കാര്യം നടന്നിരിക്കുന്നു. ഈ അന്ധകാരം നിറഞ്ഞ ഘോരവനത്തിൽ മഹാരാജാവിനെ പിന്തുടരാനുള്ള രാജകുമാരിയുടെ ആഗ്രഹം തീർച്ചയായും ഇതോടെ അവസാനിക്കും. പെട്ടെന്ന് ഈ കൊടുങ്കാറ്റ് എവിടെ നിന്നാണ് വന്നത്? അതുപോലെ തന്നെ അത് പോവുകയും ചെയ്തു. ശരിക്കും കൊടുങ്കാറ്റായിരുന്നോ? അതോ നമ്മെ തടയാനുള്ള പരിശ്രമമോ? എന്തുമാവട്ടെ, ആര് വേണമെങ്കിലും പരിശ്രമം നടത്തട്ടെ. എന്നാൽ നാം നിൽക്കാൻ പോകുന്നില്ല. ഇതെന്തു പറ്റി? പിതാശ്രീ നമ്മുടെ കാഴ്ചയിൽ നിന്നും അകന്നുപോയി. ഇനി പിതാശ്രീ ഏത് ദിശയിലേക്കാണ് പോയതെന്ന് നാം എങ്ങനെയാ മനസ്സിലാക്കുന്നത്? നാം നിന്നെ മാർഗത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു രാജകുമാരി. ഇനി നിനക്ക് മഹാരാജാവിനെ പിന്തുടരാനും കഴിയില്ല. ഇത് തന്നെയാണ്. ഇത് പിതാശ്രീയുടെ പാദമുദ്രകളാണ്. ഈ പാദമുദ്രകൾ പിന്തുടർന്നാൽ പിതാശ്രീയെ തീർച്ചയായും കണ്ടെത്താം. അതെ, ഈ പാദമുദ്രകൾക്ക് പിന്നാലെ പോകാം. ഏയ്, ഇവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവൾ തോൽവി സമ്മതിക്കില്ല അല്ലേ? എങ്കിൽ ശരി, നിസ്സാരമാർഗം കൊണ്ട് പ്രയോജനമില്ല. എങ്കിലിനി മാന്ത്രിക പേടകത്തിന്റെ മാന്ത്രിക ശക്തി കൊണ്ടുള്ള കഠിനമായ മാർഗങ്ങൾ പ്രയോഗിച്ചേ മതിയാകൂ. നീ ഇവിടെ എത്തിയിരിക്കുന്നത് ഏത് പ്രതിസന്ധിക്കുള്ള പരിഹാരത്തിന് വേണ്ടിയാണെന്ന് നമുക്കറിയാം. രാജകുമാരിയുടെ ഭാവിയെക്കുറിച്ചോർത്ത് നീ ആശങ്കയിലാണ്. ആദിദേവ, നാം വലിയ ആശങ്കയിലാണ്. ആദിദേവ, നമ്മുടെ ബുദ്ധി ഇപ്പോൾ പ്രവർത്തിക്കുന്നതേയില്ല. നമ്മുടെ പുത്രിക്കിനി എന്ത് സംഭവിക്കും? ഈ ചിഹ്നം നീ ഓർമ്മയിൽ സൂക്ഷിക്കണം. ഈ ചിഹ്നം ആരുടെ ശരീരത്തിലാണോ ഉള്ളത്, അവർ രാജകുമാരിയുടെ രക്ഷാകവചമായി മാറുന്നതാണ്. നീ കാഴ്ചയിലൊരു മോഷ്ടാവല്ല, ശരിക്കും കൊള്ളക്കാരനെ പോലെയുണ്ട്. നമ്മുടെ സുരക്ഷയെ കരുതി നിനക്ക് ഇത്രയും ആശങ്കയുണ്ടോ? എന്നാൽ കൃത്യം ഒരു ദിവസം മുൻപ് നമ്മുടെ പിതാശ്രീ വധിക്കാൻ കൊട്ടാരത്തിലെത്തിയത് എന്തിനാ?
ശ്രദ്ധയോടെ നടക്കാൻ സാധിക്കുന്നില്ലേ? നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഈ ജനന മുദ്ര എപ്പോഴും മറച്ചു വെക്കണമെന്ന്? ആരും കാണാൻ പാടില്ല. എന്താ നീ അത് മറന്നു പോകുന്നത്? നമുക്കത് ഓർമ്മയുണ്ട് മാതേ. ഇനി ഒരിക്കലും ഈ ജനന ചിഹ്നം മറ്റാരും കാണാൻ പോകുന്നില്ല മാതേ. അത് മാത്രമല്ല, ഇവിടെങ്കും മറ്റാരുമില്ല. അതൊന്നും നമുക്ക് കേൾക്കണ്ട. മറച്ചു വെക്കാൻ നാം പറഞ്ഞാൽ അത് മറച്ചു വെക്കണം. മാതേ, മാതേ, അവിടുന്ന് എന്തിനാണ് ഇത്രയും ക്രോധം നമ്മോട് കാണിക്കുന്നത്? ഇത് കണ്ടില്ലേ? അവിടുന്ന് അത് പൂർണ്ണമായി മറച്ചുവെച്ചു. എന്നാലും മാതേ, നമ്മോടൊരു കാര്യം പറഞ്ഞാലും ഈ ജനന ചിഹ്നം അത് സാധാരണമാണ്. എല്ലാവർക്കും അതുണ്ട്. എങ്കിലും ഈ മുദ്ര കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? നാം ഇന്ന് നിന്നെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത്? ഈ ചിഹ്നം സാധാരണ ചിഹ്നമല്ല. ഇതിന്റെ രഹസ്യം നിന്നോടിപ്പോൾ പറയാൻ നമുക്ക് സാധിക്കില്ല പുത്ര, പറയാൻ സാധിക്കില്ല. സാധാരണമോ? എന്ത്, എങ്ങനെ സാധാരണമാകും? ഇതുപോലൊരു ജനന ചിഹ്നം നീ ആരുടെയെങ്കിലും ശരീരത്തിൽ കണ്ടിട്ടുണ്ടോ? പറയൂ. ദേവദത്ത, നമ്മുടെ പുത്ര, നമ്മുടെ വാക്കുകൾ നീ കേട്ടില്ലെന്ന് നടിക്കരുത്. ആർക്കൊന്നും പറയാനാവില്ല. എപ്പോ വേണമെങ്കിലും ആരുടെയും കുദൃഷ്ടി പതിയാനിടയുണ്ട്. ആരുടെ ദൃഷ്ടി? അതും നമുക്കോ? മാതേ, അവിടുന്ന് എന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത്? നമുക്കിപ്പോഴും ഒന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കേണ്ട ആവശ്യകതയില്ല. നീ നമുക്ക് വാക്കു നൽകിയതാണ് ഈ ചിഹ്നം നീ രഹസ്യമാക്കി വെക്കുമെന്ന്. എങ്കിലിത് രഹസ്യമാക്കി തന്നെ വെക്കൂ. മാതേ, ഇനി ഒന്നും ചോദിക്കണ്ട. വരൂ, വരൂ. മാതേ, എന്തിനാണ് പിടിച്ചു വലിക്കുന്നത്? ശരി, നാം വരാം. അവിടുന്ന് പോയിക്കോളൂ, നാം ഇപ്പൊ വരാം. ഇല്ല, സമയം എത്രത്തോളം വൈകിയെന്ന് നിനക്കറിയുമോ? എല്ലാ സമയവും നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എപ്പോഴും ധനുസും അസ്ത്രവും കൊണ്ട് നടക്കുന്നു. വരൂ, നമ്മോടൊപ്പം വരൂ. നമുക്കൊന്നും കേൾക്കണ്ട. നാം ഇത് തുടർന്നേ മതിയാകുമാതെ. കാരണം നമുക്ക് പിതാശ്രീയുടെ മൃത്യുവിന് പ്രതികാരം ചെയ്യണം. അതിനുള്ള അവസരം വളരെ വേഗം ലഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. എന്താണ് നിൽക്കുന്നത്? വരൂ. നാം വരുന്നു.